വായയുടെ ആരോഗ്യത്തെ ശരീരത്തിന്റെ പൊതുവായുള്ള ആരോഗ്യത്തിൽ നിന്നും വേറിട്ട് കാണുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകൾ. പക്ഷേ പെരിഡോണ്ടൽ ഹെൽത്ത് അഥവാ മോണയുടെ ആരോഗ്യവും ശരീരത്തിന്റെ പൊതു ആരോഗ്യവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പല്ലിന്റെ വേരുകൾ അഥവാ റൂട്ട്സ്, അവയുടെ ചുറ്റുമുള്ള എല്ല്, അതിനെ കവർ ചെയ്യുന്ന മോണ, ഇതിനെയാണ് പെരിഡോൺഷ്യം എന്ന് പറയുന്നത്. ഈ പെരിഡോൺഷ്യം ആണ് പല്ലുകളെ അവയുടെ സ്ഥാനത്ത് നിർത്തുന്നത്. ഇവിടെ ഉണ്ടാകുന്ന അണുബാധയാണ് മോണരോഗം. വളരെ നിസ്സാരമെന്ന് കരുതി അവഗണിക്കപ്പെടുന്ന ഒന്നാണ് മോണരോഗം. എന്നാൽ സമയബന്ധിതമായ ചികിത്സയിലൂടെ മോണരോഗം പരിഹരിച്ചില്ലെങ്കിൽ പല്ല് നഷ്ടപ്പെടുന്നത് കൂടാതെ മറ്റു രോഗങ്ങളിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഹൃദ്രോഗം, പ്രമേഹം, ഗർഭകാലത്തെ സങ്കീർണതകൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ അവസ്ഥകളുമായി മോണരോഗം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ പൊതു ആരോഗ്യം അഥവാ സിസ്റ്റമിക് ഹെൽത്തിനെ മോണരോഗം എഫക്ട് ചെയ്യുന്നത് പോലെ തന്നെ പല സിസ്റ്റമിക് ഡിസീസസും മോണരോഗത്തിന് കാരണമാകുന്നു. പ്രമേഹ രോഗികളിൽ മോണരോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ മോണരോഗമുള്ള പ്രമേഹ രോഗികളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ വായയുടെ ആരോഗ്യം അനിവാര്യമാണ്. മോണരോഗത്തിന്റെ ഫലമായി വായയിലെ ബാക്ടീരിയയും മറ്റു ടോക്സിൻസും നേരിട്ട് രക്തക്കുഴലിലേക്ക് പ്രവേശിക്കുകയും ആർട്ടറിയുടെ ഉൾവശങ്ങളിൽ പറ്റിപ്പിടിച്ച് പ്രധാന രക്തക്കുഴലുകളുടെ വിസ്തീർണം കുറച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അതിലൂടെ ബാക്ടീരിയൽ അണുബാധ ഉണ്ടാവുകയും അത് ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും. ഗർഭിണികളിൽ മോണരോഗമുണ്ടാക്കുന്ന അണുക്കൾ പുറപ്പെടുവിക്കുന്ന സ്രവം രക്തത്തിലൂടെ പ്ലസന്റ വഴി കുഞ്ഞിലെത്തുകയും തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഗർഭകാലത്ത് മോണരോഗമുണ്ടായാൽ 4 മുതൽ 6 മാസമാണ് ചികിത്സകൾക്ക് പ്രാധാന്യം നൽകേണ്ടത്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് മോണരോഗം കൂടുതലായി കാണുന്നത്. രക്തസംബന്ധമായ രോഗങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, ചില മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം, ഓസ്റ്റിയോപോറോസിസ് പോലെ എല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, സ്ട്രെസ്, ജനിതക രോഗങ്ങൾ ഇവ മോണരോഗ സാധ്യത കൂട്ടുന്നു. പല അസുഖങ്ങളുടെയും ആദ്യ ലക്ഷണമായി മോണയിലെ രക്തസ്രാവം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മോണയിലെ രക്തസ്രാവവും പഴുപ്പും പരിഗണിക്കേണ്ട ലക്ഷണങ്ങളാണ്. മോണയുടെ ആരോഗ്യത്തിനും വായയുടെ ആരോഗ്യത്തിനും അവയുടെ ശുചിത്വം പ്രധാന പങ്കുവഹിക്കുന്നു. വായയിലെ ഡെപ്പോസിറ്റ്സ് അഥവാ പ്ലാക്ക് ആണ് അണുബാധയുണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ ആവാസസ്ഥലം. കൃത്യമായ രീതിയിലുള്ള ബ്രഷിങ്ങും ഫ്ലോസിങ്ങും പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് തടയുന്നു. സന്തുലിതമായ ഭക്ഷണക്രമം സ്വീകരിക്കുക, പതിവായി വ്യായാമം ചെയ്യുക, പുകയില ഒഴിവാക്കുക എന്നിവ വായയ്ക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അടിസ്ഥാനമാണ്. ദന്ത ഡോക്ടർമാരിൽ നിന്നും മാർഗനിർദ്ദേശവും പരിചരണവും തേടുന്നത് പ്രധാനമാണ്. പതിവായി ദന്ത സന്ദർശനങ്ങൾ മോണയുടെ ആരോഗ്യം നിലനിർത്തുക മാത്രമല്ല, വായയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന സിസ്റ്റമിക് ഡിസീസസ് നിയന്ത്രിക്കുന്നതിലും ഒരു പങ്ക് വഹിക്കുന്നു. ഓർക്കുക, ആരോഗ്യമുള്ള പുഞ്ചിരി ആരോഗ്യമുള്ള ശരീരത്തെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ മുഴുവൻ ശാരീരിക ക്ഷേമം സംരക്ഷിക്കാൻ നമുക്ക് നമ്മുടെ മോണകളെ പരിപാലിക്കാം.